ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നിങ്ങൾ തളർന്നവരോ എന്ന വിഷയത്തെ ആസ്പദമാക്കി നാം ചിന്തിച്ചു വരികയായിരുന്നല്ലോ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പ്രത്യാശ, കാത്തിരിപ്പ് എന്നീ വിഷയത്തെ ആസ്പദമാക്കി നാം ചിന്തിച്ചു. ഈ എപ്പിസോഡിൽ നമുക്ക് ദൈവത്തിൻ്റെ ശക്തി എന്ന ഇഴയെക്കുറിച്ച് അല്പനേരം ധ്യാനിക്കാം. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു രസകരമായ ഒരു കാര്യം തന്നെയായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിന് അതീതവുമായ ആത്മീയ മണ്ഡലങ്ങളും നിർമ്മിച്ച ദൈവത്തിൻ്റെ ശക്തിയെ അളക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ തലയ്ക്കകത്തെ ഇത്തിരി പോന്ന തലച്ചോറ് കൊണ്ടാണ്. എന്തുമാകട്ടെ, നമുക്ക് വേദപുസ്തകത്തിലെ ചില വീരപുരുഷന്മാരുടെ ദൈവശക്തിയെക്കുറിച്ച് ചോദിച്ചാൽ അവർ എന്ത് പറയും എന്ന് നമുക്ക് നോക്കാം. ദാനിയേൽ പ്രവാചകനോട് ചോദിച്ചാൽ അദ്ദേഹം ഒരുപക്ഷെ ഇങ്ങനെ പറയും ദൈവശക്തിയെക്കുറിച്ച്: വിശന്നു വലഞ്ഞ് ഏറ്റവും അമർഷത്തോടെ അലറുന്ന സിംഹങ്ങളെ തടുത്തു നിർത്താൻ ശേഷിയുള്ളവനാണ് കർത്താവ്. അതേസമയം ഇയ്യോബിനോട് നാം ഈ കാര്യം ചോദിക്കുന്നുവെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞേനെ: കടലിൽ ഒരു മനുഷ്യനും മെരുക്കാനാവാത്ത ഒരു മഹാസർപ്പത്തെക്കുറിച്ച് കർത്താവ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 41 അധ്യായം. ലെവിയാഥൻ എന്നാണ് ചില പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരു മനുഷ്യനും അതിനെ മെരുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവമായ കർത്താവിന് മാത്രമേ അതിനെ മെരുക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ദൈവം അത്രമാത്രം ശക്തനാണ്. ദൈവശക്തിയെക്കുറിച്ച് മോശയോട് ചോദിക്കുകയാണെങ്കിൽ ഇതിനു മുൻപേ ദൈവശക്തിയെ വർണ്ണിച്ചവരോട് മാറി നിൽക്കാൻ മോശ പറയും. ഇവർ കരയിലെ മൃഗങ്ങളെക്കുറിച്ചും കടലിലെ മഹാസർപ്പത്തെക്കുറിച്ചുമൊക്കെ പറയുന്നു. എന്നാൽ ഒരു കടലിനെ അങ്ങനെ തന്നെ രണ്ടാക്കി പിളർത്താൻ ശക്തിയുള്ളവനാണ് എൻ്റെ കർത്താവ്. 2018 നാസ പാർക്കർ സോളാർ പ്രോബ് എന്നൊരു ഉപഗ്രഹം സൂര്യനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ വേണ്ടി വിക്ഷേപിച്ചിരുന്നു. ഈ കഴിഞ്ഞ ഡിസംബർ 26 ഉപഗ്രഹത്തെ സൂര്യനിൽ നിന്നും 3.8 മില്യൺ മൈൽസ് അകലെ വരെ എത്തിക്കുവാൻ സാധിച്ചു. ചരിത്രത്തിൽ സൂര്യൻ്റെ ഇത്രയും അടുത്ത് എത്തുവാൻ സാധിക്കുന്ന ആദ്യത്തെ ഒരു പ്രൊജക്റ്റാണ് ഇത്. ഡോക്ടർ ജെനിഫർ മില്ലാർഡ് പറയുന്നത്, സൂര്യൻ്റെ ടെമ്പറേച്ചർ ഏകദേശം 6000 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ സൂര്യനിൽ നിന്നും അകലെയുള്ള അതിൻ്റെ ഔട്ടർ അറ്റ്മോസ്ഫിയറായ കൊറോണയുടെ താപനില മില്യൺസ് ഓഫ് ഡിഗ്രിയാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ഒരു മിസ്റ്ററിയായി ഇന്നും തുടരുന്നു. അതിനെക്കുറിച്ച് എല്ലാം കൂടുതൽ പഠിക്കുവാനായിരുന്നു ഈ പ്രൊജക്റ്റ്. ഈ ഉപഗ്രഹം നൽകിയ ഡേറ്റയെക്കുറിച്ച് അവിടുത്തെ ശാസ്ത്രജ്ഞർ പറയുന്നത് വളരെ കോംപ്ലക്സ് ഡേറ്റ എന്നാണ്. അത് അവർക്ക് ഒരു ന്യൂ സയൻസ് ആണ്. ഭൂമിയുടെ തൊട്ടടുത്തുള്ള ഒരു നക്ഷത്രത്തിൻ്റെ കാര്യമാണ് ഇത്. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ എത്ര കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്, എത്രയോ പ്രപഞ്ച രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നു. ഈ കാലഘട്ടത്തിലെ ശാസ്ത്രജ്ഞരോട് നമ്മൾ ദൈവശക്തിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, ദൈവം ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഒരുപക്ഷെ ഈ പ്രപഞ്ചവും അതിലുള്ള സമസ്തവും ദൈവം എന്ന ശക്തിയാണ് സൃഷ്ടിച്ചത് എങ്കിൽ ദൈവത്തിൻ്റെ ശക്തി മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ ദൈവശക്തിയെക്കുറിച്ച് വർണ്ണിക്കാൻ ഒരുമ്പെടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി. അയാൾ ആദ്യമായിട്ടാണ് ആ താഴ്വാരത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അയാൾ താഴ്വാരത്തിൽ എത്തിയപ്പോൾ അവിടെ ഒരു മനോഹരമായ ഒരു സമുദ്രം കണ്ടു. അയാൾക്ക് വളരെ അത്ഭുതം തോന്നി. ആദ്യമായാണ് അയാൾ ഒരു കടൽ കാണുന്നത്. കുറച്ചു നേരം അയാൾ കടലിൻ്റെ ഭംഗി ആസ്വദിച്ച് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് ഒരു ഗ്ലാസ് ആവശ്യപ്പെട്ടു. അപ്പോൾ ആ മനുഷ്യൻ അയാളുടെ കയ്യിലിരുന്ന ഒരു ഗ്ലാസ് ഈ മനുഷ്യന് കൊടുക്കുകയാണ്. ഇയാൾ ആ ഗ്ലാസ് മേടിച്ച് പെട്ടെന്ന് കടലിൽ നിന്ന് ആ ഗ്ലാസ് മുഴുവൻ വെള്ളം നിറച്ചു. എന്നിട്ട് തിടുക്കത്തിൽ മലയിലേക്ക് കയറിപ്പോകാൻ ഒരുമ്പെട്ടു. അപ്പോൾ ഗ്ലാസ് കൊടുത്ത ആൾ അത്ഭുതത്തോടെ ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് തിടുക്കത്തിൽ നിങ്ങൾ മലയിലേക്ക് കയറിപ്പോകുന്നത് എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഈ മലയുടെ മുകളിൽ എന്നെ പോലെ കുറേ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അവർ ആരും ഇതുവരെയും താഴ്വാരത്തിലേക്ക് വന്നിട്ടില്ല. സമുദ്രവും അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവരെ ഈ സമുദ്രം കാണിക്കാൻ വേണ്ടിയാണ് ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് കൊണ്ടുപോകുന്നത്. അതേ പ്രിയരെ,
മനുഷ്യൻ ദൈവശക്തിയെക്കുറിച്ച് വർണ്ണിക്കുന്നത് ഏതാണ്ട് ഇതുപോലെയാണ്. സങ്കീർത്തനം 8:4 ദാവീദ് പറഞ്ഞു, അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം എന്ത് മേന്മയുണ്ട് മനുഷ്യന്. പ്രിയരെ, ഈ ദൈവത്തിന് നിങ്ങൾ എത്രത്തോളം വിലമതിക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയണമെങ്കിൽ കാൽവരിക്കുന്നിൽ 2 കള്ളന്മാർക്കിടയിൽ നഗ്നനായി തൂക്കപ്പെട്ട യേശുവിനെ ഒന്ന് നോക്കിയാൽ മതി. നിനക്ക് ഒരു സത്യം അറിയാമോ സുഹൃത്തെ? നിന്റെ പാപങ്ങളെ പ്രതി പീഡയേറ്റ് നീ അല്ലായിരുന്നുവോ അവിടെ കിടക്കേണ്ടത്? ഒന്ന് ചിന്തിക്കൂ. എന്നാൽ കർത്താവ് നിന്നോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം ത്യാഗമായി മാറി. നിനക്ക് വേണ്ടി, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം പാപപരിഹാര ബലിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു വല്യമ്മ താമസിച്ചിരുന്നു. വല്യമ്മയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മനോഹരമായ ഒരു ചിത്രം ഞാൻ ശ്രദ്ധിച്ചു. കുരിശൻ ചുവട്ടിൽ നിന്നുകൊണ്ട് ഒരു കുട്ടി യേശുവിനോട് ചോദിക്കുന്നു, ജീസസ്, ഹൗ മച്ച് ഡു യു ലവ് മീ? ജീസസ് റിപ്ലൈഡ്, ദിസ് മച്ച്. ദെൻ ഹി സ്ട്രെച്ച്ഡ് ഹിസ് ആംസ് ആൻഡ് ഡൈഡ്. എത്ര മനോഹരമായ ഒരു ചിത്രമായിരുന്നു അത്. 2 കൊരിന്ത്യർ 8:9 ഇപ്രകാരം പറയുന്നു, അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. ആകാശവും ഭൂമിയും തൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദൈവം നിന്നെ പ്രതി കേവലം ഒരു മനുഷ്യനായി കന്യകയിലൂടെ ഉരുവായി സ്വയം ബലിയായി തീർന്നു. ഇപ്പോഴും നീ എന്നെ ആർക്കും വേണ്ട എന്ന തോന്നലിൽ കഴിയുകയാണോ? യേശു കുരിശിൽ കിടന്ന് മരിക്കുന്ന സമയത്ത് നിന്നെ മനസ്സിൽ ഓർത്തു എന്ന സത്യം നീ അറിയുന്നുവോ? ഇന്നത്തെ നിന്റെ അവസ്ഥ കണ്ട് നിന്റെ പ്രയാസം ഓർത്ത് മുഖം വാടി തലകുനിച്ച് നിൽക്കുകയാണോ നീ? എങ്കിൽ ഇതാണ് സമയം. മുഖമുയർത്തുക. മുഖമുയർത്തി മുകളിലേക്ക് നോക്കുക. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിനക്കാണ് ഇമ്പോസിബിൾ. നിന്നിലേക്ക് തന്നെ നോക്കാതെ നീ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. ഞാനിത് കേവലം ഒരു വിശ്വാസത്തിൻ്റെ പുറത്തോ ഒരു ഊഹാപോഹത്തിൻ്റെ പുറത്തോ പറയുന്നതല്ല. ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ ജീവിതം അടഞ്ഞതു പോയതായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. ആരും സഹായത്തിന് ഇല്ല എന്ന് കരുതി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ച ഒരു വചനമുണ്ട്. ഫോർ വിത്ത് ഗോഡ് നത്തിങ് ഷാൽ ബി ഇമ്പോസിബിൾ. എൻ്റെ ജീവിതം ആകെ മാറ്റിമറിച്ച ഒരു വചനമായിരുന്നു അത്. ഈ സർവശക്തനായ ദൈവം നിന്നോട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് വേദപുസ്തകത്തിൽ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരു വചനം കൂടി പറഞ്ഞ് നിർത്തട്ടെ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:32 പറയുന്നു, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഇനി നിങ്ങൾ എന്തിന് പേടിക്കണം? എന്തിന് ഭാരപ്പെടണം? ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. ഇതാണ് 3ാമത്തെയും അവസാനത്തെയും ആയ ഇഴ. നിങ്ങൾ തളർന്നവരോ എന്ന വിഷയത്തെ ആസ്പദമാക്കി നാം ചിന്തിച്ചു വരികയായിരുന്നല്ലോ. ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡുകൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി അത് കാണണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. കാത്തിരിപ്പ് എന്ന പദത്തിന് പകരം ഖവേ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നും ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയോട് കൂടിയുള്ള കാത്തിരിപ്പ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്നും നാം പഠിച്ചു. യെശയ്യ 40:29 നമ്മുടെ മുഖ്യവചനം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.